ഹലോ സുസാമൻ. നമ്മളിൽ പലരും ജർമ്മൻ പഠിക്കാൻ വളരെ എക്സൈറ്റ്മെൻറ്റോടെയൊക്കെ തുടങ്ങാറുണ്ട്. ആദ്യത്തെ ഫ്യൂ ഡേയ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ന്യൂ ലാംഗ്വേജ്, ന്യൂ ലേണിംഗ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ലേണിംഗ് അറ്റ്മോസ്ഫിയർ. ബട്ട് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് സെൻറ്റൻസ് ഫോർമേഷൻ അല്ലെങ്കിൽ വേർബിൻ്റെ കോൺജുഗേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ്, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അതിനോടുള്ള മോട്ടിവേഷൻ കുറയുന്നതും അതുപോലെ തന്നെ മിക്ക കുട്ടികളും അത് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജർമ്മൻ പഠിക്കുന്ന 90% കുട്ടികൾക്കും വരുന്ന ഒരു മിസ്റ്റേക്സ് ആണ് എന്ത് പഠിക്കും അല്ലെങ്കിൽ എങ്ങനെ ആ ഭാഷ പഠിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ലാത്തത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസ് എ ബിഗിനർ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മിസ്റ്റേക്സ് ആണ് നോട്ട് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ആർട്ടിക്കിൾ. നമുക്കറിയാം ജർമ്മനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ, ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ, നെഗാക്സിയോണൽ ആർട്ടിക്കിൾ. മിക്ക സ്റ്റുഡൻസിനും നൗൺസുകളൊക്കെ ക്ലിയർ ആയിരിക്കും, പക്ഷെ അവയുടെ ആർട്ടിക്കിൾസിലേക്ക് വരുമ്പോൾ അവരെപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കിയാൽ നമുക്കറിയാം ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആക്കാനും അതുപോലെ തന്നെ സെൻറ്റൻസ് അക്യുസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും ഈ ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ വൊക്കാബ് പഠിക്കുമ്പോൾ നൗണിൻ്റെ ആർട്ടിക്കിളും ആ നൗണിൻ്റെ പ്ലൂരൽ ഫോമും കൂടി പഠിക്കാൻ വേണ്ടി എല്ലാവരും ട്രൈ ചെയ്യുക. ഇഗ്നോറിങ് വേർഡ് ഓർഡർ. ജർമ്മനിൽ ഈ പറഞ്ഞ വേർഡ് ഓർഡർ അല്ലെങ്കിൽ സെൻറ്റൻസ് ഫോർമേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ സെക്കൻഡ് പൊസിഷനിൽ വെർബ്, തേർഡ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലേക്കാണ്. ബട്ട് നമുക്കൊരു സൈറ്റ് ആഡ്വർബ് വരുമ്പോൾ അല്ലെങ്കിൽ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ സബ്ജക്റ്റ് നമുക്ക് തേർഡ് പൊസിഷനിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വരുമ്പോൾ സൈറ്റ് ആഡ്വർബ്, വെർബ്, സബ്ജക്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഈ സെൻറ്റൻസിൻ്റെ ഫോർമേഷൻ വരുന്നു. മിക്ക കുട്ടികളിലും ഈ ഒരു മിസ്റ്റേക്സ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സബോർഡിനേറ്റ് ക്ലോസ് മിസ്റ്റേക്ക്. നമുക്കറിയാം കണക്ടേഴ്സ് ആയിട്ടുള്ള വൈല്, ദസ്, ഒബ്ബേള്, വെന്നുണ്ട്, അൾസ് ഇവയൊക്കെ യൂസ് ചെയ്യുമ്പോൾ വെർബ് അമ്മൻജയിൽ കോൺജുഗേറ്റ് ചെയ്ത് എഴുതണം. ട്രാൻസ്ലേറ്റിംഗ് ഡയറക്ട്ലി ഫ്രം ഇംഗ്ലീഷ്. നമുക്കറിയാം ജർമ്മൻ ലാംഗ്വേജിൽ നമുക്ക് മറ്റ് ഭാഷകളുമായിട്ട് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ പാടില്ല. മിക്ക സ്റ്റുഡൻസും ചെയ്യുന്നത് ഒന്നെങ്കിൽ സെൻറ്റൻസ് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മനസ്സിൽ വിചാരിച്ചിട്ട് അതിനെ ഡയറക്റ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഇതിന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? ഇഷ് മാക് നിഷ്ട് ദസ്. ബട്ട് ആക്ച്വലി ഇതൊരു റോങ് സെൻറ്റൻസ് ആണ്. നമ്മൾ അതിനെ നാച്ചുറൽ വേയിൽ പറയുന്നത് ദസ് മാക് ഇഷ് നിഷ്ട് എന്നാണ്. അതുപോലെ തന്നെ ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഇതിനെ ട്രാൻസ്ലേറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇഷ് വാർട്ടെ ഫ്യോ ദിഷ്. പക്ഷേ ഇവിടെയും അത് റോങ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അവിടെ വരേണ്ടത് ഇഷ് വാർട്ടെ ഓഫ് ദിഷ് എന്നാണ്. നോട്ട് പ്രാക്ടീസിങ് സ്പീക്കിംഗ്. മിക്ക സ്റ്റുഡൻസും ഗ്രാമർ പഠിക്കും, അതുപോലെ തന്നെ ആക്ടിവിറ്റീസും എക്സസൈസും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും. ബട്ട് അവർക്ക് സ്പീക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർക്കത് സംഭവിക്കുന്നത്. ബട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. ഡെയിലി ഒരു 10 to 15 വേർഡ്സ് അല്ലെങ്കിൽ 10 to 15 വൊക്കാബ്സ് നമ്മൾ സ്വയമായി ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം. ഫോർ എക്സാമ്പിൾ ഹോയിറ്റെ ബിൻ ഇഷ്മിയോടെ ഉണ്ട് ഇഷ്മിയോഷ്ടെ ഐനെ ടേട്രിങ്കൻ എന്നിങ്ങനെയുള്ള ഡെയിലി ലൈഫ് സിനാരിയോസ് നമ്മൾ പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ സ്പോണ്ടാനിറ്റി വർദ്ധിപ്പിക്കാനും നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ടും അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ടും സംസാരിക്കാൻ വേണ്ടി സാധിക്കും. ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ആപ്സ്. ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്സ് അവൈലബിൾ ആണ്. ChatGPT, ജെമിനായി, മെറ്റ് ഇവയൊക്കെ ഉപയോഗിക്കുന്നത് തെറ്റാന്ന് ഒരിക്കലും പറയില്ല. ബട്ട് ഇവ കൊണ്ട് മാത്രം നമുക്ക് ജർമ്മൻ എക്സാം പാസ്സാവാനോ സ്പീക്ക് ചെയ്യാനോ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഒരു ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് റിയൽ പ്രാക്ടീസും അതുപോലെ തന്നെ ഈ ആപ്സിൻ്റെ യൂസേജും കൂടെ ഒരേപോലെ കൊണ്ടുപോകാം. സ്വയം സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ രീതിയിൽ നമുക്ക് ആ ഒരു സെൻറ്റൻസിനെ മാറ്റി എഴുതാം എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഈ പറഞ്ഞ ആപ്സുകൾ യൂസ് ചെയ്യാം. ഗ്രാമർ. ഒരു ലാംഗ്വേജ് കംപ്ലീറ്റ് ആകുന്നത് ഗ്രാമറിന്റെ കൂടെ നമ്മൾ ബാക്കി മൊഡ്യൂളും കൂടെ പഠിക്കുമ്പോഴാണ്. ഗ്രാമറിന്റെ റൂൾ അതുപോലെ തന്നെ സെന്റൻസ് ഇവ നമ്മൾ ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്ത് സ്വയമായി പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് സ്റ്റഡി കിട്ടുന്നത്. ചിന്തിക്കുന്നത് പോലെ ജർമ്മൻ ലാംഗ്വേജ് ഇത്ര ഹാർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നുമല്ല. പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും പ്രാക്ടീസും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ജർമ്മൻ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് ലേൺ ദ റൂൾ ഫസ്റ്റ്, ദെൻ സ്പീക്ക് ഇറ്റ്, ലിസൺ, ദെൻ റൈറ്റ് വിത്ത് ഇറ്റ്.